എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നിങ്ങളൊരു പുതിയ കാർ സ്വന്തമാക്കാൻ പോകുകയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു പുതിയ കാർ വാങ്ങുകയുണ്ടായി. നമ്മുടെ മഹീന്ദ്ര 3XO AX5 എല്ലാണ്. ഇത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയത്തെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്വന്തം അനുഭവം വെച്ച് നിങ്ങൾ ഷോറൂമിൽ ഒരു കാർ മേടിക്കാൻ പോകുമ്പോൾ അത്യാവശ്യമായിട്ടും വളരെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വളരെയേറെ ദുഃഖിക്കേണ്ടി വരും. ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു മൂവ്മെൻറ്റ്, ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു മൂവ്മെൻറ്റായി മാറും. ഞാൻ ഈ കാർ ഇപ്പോൾ പെട്ടെന്ന് വാങ്ങാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗവൺമെൻറ് GST കുറച്ചത് കൊണ്ടാണ്. അതോടൊപ്പം ദീപാവലി ഓഫറും ഉണ്ടായിരുന്നു, ഡിസ്കൗണ്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ പലർക്കുമുള്ളൊരു സംശയമാണ്, പല കമൻറ്റ് ബോക്സിലും കാണുന്ന ഒരു കാര്യമാണ്, GST കൊണ്ടുവന്നത് ഗവൺമെൻറ് തന്നെയല്ലേ, അപ്പോൾ അത് കുറയ്ക്കുന്നത് വലിയ കാര്യമാണോ, അത് കുറച്ചത് കൊണ്ട് എങ്ങനെയാണ് കാർ വാങ്ങുന്ന ആൾക്ക് ലാഭം കിട്ടുന്നതെന്നല്ലേ ഈ സംശയം പലർക്കുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവർ മനസ്സിലാക്കേണ്ടത്, GSTക്ക് മുമ്പും ടാക്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പ്രൈസ് സെഗ്മെൻറ്റിലുള്ളൊരു കാറിന് ഏകദേശം 30% ടാക്സ് തന്നെ വരും. സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ വാറ്റ്, സ്റ്റേറ്റ് വാറ്റ്, കേരള വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ്, ഇനി മറ്റ് മുംബൈ, ഡൽഹി പോലുള്ള നഗരങ്ങളിലാണെങ്കിൽ ഒക്ട്രോയ് അഥവാ എൻട്രി ടാക്സ് എന്ന് പറയുന്ന ടാക്സ് ഉണ്ട്. ഇതെല്ലാം കൂട്ടുമ്പോൾ ഈ 30% തന്നെയാണ് വരുന്നത്. 2017 GST കൊണ്ടുവന്നപ്പോൾ എന്താണ് സംഭവിച്ചത്, ഈ ടാക്സുകളെല്ലാം ഏകീകരിപ്പിച്ച് ഒരൊറ്റ ടാക്സ് ആക്കി മാറ്റി. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലുള്ള കാറിന് ഏകദേശം 30% തന്നെയായിരുന്നു ടാക്സ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ കുറച്ച് 18%ആക്കി. അത് ഉപഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമാണ്. കൂടാതെ നമ്മൾ വർഷാവസാനത്തിലേക്ക് എടുക്കുന്നത് കൊണ്ട് ഷോറൂമുകളിൽ മികച്ച ഇയർ എൻഡ് ഓഫറുകൾ നൽകുന്നുണ്ട്. ഈ GST ആനുകൂല്യങ്ങളും ഓഫറുകളും ചേരുമ്പോൾ ഇത് കാർ വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയമായി മാറുന്നു. ഇനി എൻ്റെ അനുഭവത്തിൽ നിന്ന് പുതിയ കാർ എടുക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റി ഞാൻ പറയാം. ഒന്നാമത്തത്, ഇതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ, മറ്റൊന്നുമല്ല, ഇൻഷുറൻസ് ചതിക്കുഴിയാണ്. പുതിയ വാഹനത്തിന് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാൻ വരട്ടെ. ഈ വാചകം കേട്ട് നിങ്ങൾ വിചാരിക്കും, ഇൻഷുറൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഒരു വാഹനം റോഡിൽ ഇറക്കുക എന്നല്ലേ. ശരിയാണ്, നിയമപരമായിട്ട് വാഹനം റോഡിൽ ഇറക്കണമെങ്കിൽ ഇൻഷുറൻസ് നിർബന്ധമാണ്. മിനിമം തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും നമുക്ക് വേണം. അതായത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാരണം ഉണ്ടാകുന്ന അപകടങ്ങളിൽ മറ്റൊരാൾക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയുള്ള അടിസ്ഥാന പോളിസിയാണ് തേർഡ് പാർട്ടി എന്നുള്ളത്. സ്വന്തം കാറിൻ്റെ കേടുപാടുകൾ ഇത് കവർ ചെയ്യില്ല, അതിന് നമ്മൾ ഓൺ ഡാമേജ് പോളിസി എടുക്കണമല്ലേ. എന്തായാലും ഈ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ഷോറൂമുകൾ വലിയ തുകയാണ് ഈടാക്കുന്നത്. ഞാൻ കൃത്യമായിട്ടുള്ള കണക്കുകൾ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ മഹീന്ദ്ര 3XO കാറിൻ്റെ ഷോറൂമിൽ നിന്ന് തന്നിട്ടുള്ള ഇൻഷുറൻസ് കൊട്ടേഷൻ ശ്രദ്ധിച്ചപ്പോൾ വന്ന വ്യത്യാസം നിങ്ങൾ കാണുക. ഷോറൂം എനിക്ക് തന്ന കൊട്ടേഷനിൽ 1 വർഷത്തെ ഓൺ ഡാമേജ് പ്ലസ് 3 വർഷത്തെ തേർഡ് പാർട്ടി ഇൻഷുറൻസിനായിട്ട് അവർ ആവശ്യപ്പെട്ടത് 62,000 രൂപയാണ്. അവർ ആവശ്യമായിട്ടുള്ള ആഡ് ഓൺസും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഇതേ കാറിന് 1+3 ഇയർ ബമ്പർ ടു ബമ്പർ പോളിസി, അതായത് 1 ഇയർ ഓൺ ഡാമേജ് പ്ലസ് 3 ഇയർ തേർഡ് പാർട്ടി, അതിന് വെറും 17,000-18,000 രൂപ പ്ലസ് GSTക്ക് ലഭ്യമാണ്. ഈ കാര്യം നിങ്ങൾക്കറിയാമോ? ഞാൻ പോളിസി ബസാറിൽ നിന്നാണ് ഈ പോളിസി എടുത്തത്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. ഇതിൻ്റെ കൂടെ ഞാൻ എഞ്ചിൻ പ്രൊട്ടക്ഷൻ, കീ ആൻഡ് ലോക്ക് റിപ്ലേസ്മെൻറ്റ്, 24/7 റോഡ് അസിസ്റ്റൻസ്, ഇൻവോയ്സ് പ്രൈസ് കവർ തുടങ്ങിയ പ്രധാനപ്പെട്ട ആഡ് ഓണുകളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ചേർത്തിട്ടും എനിക്ക് ആകെ വന്ന ചിലവെന്ന് പറയുന്നത് 22,961 പ്ലസ് GST മാത്രമാണ്. ഷോറൂം പറഞ്ഞ അതേ 1+3 ഇയർ പോളിസിക്ക്. അതുകൊണ്ട് ചിന്തിക്കുക, ഒരു വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം താരതമ്യം ചെയ്യേണ്ടത് എത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഞാൻ ഏകദേശം 39,000-ലധികം രൂപയാണ് ലാഭിച്ചത്. പിന്നെ നല്ലൊരു ശതമാനം പേർക്കുമുള്ള തെറ്റിദ്ധാരണയാണ്, വാഹനം ഇറക്കുമ്പോൾ ഇൻഷുറൻസ് വേണമല്ലോ, അപ്പോൾ അത് ഷോറൂമിൽ നിന്ന് തന്നെ എടുക്കണ്ടേ എന്നുള്ളതല്ലേ. ഒരിക്കലും വേണ്ട, നമുക്കത് സ്വന്തമായിട്ട് എടുക്കാൻ സാധിക്കും. ഷോറൂം തരുന്ന കൊട്ടേഷൻ ആദ്യം വാങ്ങുക. പ്രീമിയം, അവർ നൽകുന്ന ആഡ് ഓൺസുകൾ, കവറേജുകൾ എന്നിവ തീർച്ചയായിട്ടും ഓൺലൈനിലുള്ള കൊട്ടേഷനുമായിട്ട് താരതമ്യം ചെയ്യുക. അതിനുള്ള ലിങ്കാണ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ നിങ്ങളുടെ പഴയ കാറിൻ്റെ ഇൻഷുറൻസും റിന്യൂ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. അങ്ങനെയാണെങ്കിൽ 91%, അതായത് ഏകദേശം 8,000 രൂപയോളം നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. ഇവിടുന്ന് എടുക്കുന്ന പോളിസിക്ക് 24/7 ക്ലെയിം അസിസ്റ്റൻസും അവർ തന്നെ നൽകുന്നുണ്ട്, അതും പബ്ലിക് ഹോളിഡേയ്സിലടക്കം. അതുകൂടാതെ ക്യാഷ്ലെസ് ഫ്രം എനിവെയർ എന്ന ഫീച്ചറിലൂടെ ഇന്ത്യയിലെ ഏത് GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഗ്യാരേജിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷ്ലെസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. നമുക്ക് അവകാശപ്പെട്ട ക്ലെയിം ആണെങ്കിൽ അത് ലഭിക്കുക തന്നെ ചെയ്യും. ഇനി ക്ലെയിം നിരസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് പരാതിപ്പെടാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അതുകൊണ്ട് ക്ലെയിമിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ പേടി വേണം. ഞാൻ എൻ്റെ സ്വന്തം കാറിന് വരെ ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന സൈറ്റിൻ്റെ ലിങ്കാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്നത്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ കാർ ഇൻഷുറൻസ് എടുക്കാം. രണ്ടാമത്തതാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഡിയോയിലെ മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു കാർ ലൈഫ് ഉണ്ടല്ലോ, കാർ ഡെലിവറി എടുക്കുന്നു, അതിനുശേഷമുള്ള ജീവിതമുണ്ടല്ലോ, പലരും വലിയ ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥകൾ വരെ ഉണ്ടല്ലേ. അതൊക്കെ ഒഴിവാക്കി സന്തോഷകരമായിട്ടുള്ള ഒരു ഡെലിവറി എക്സ്പീരിയൻസും അതിനുശേഷമുള്ള ഉപയോഗവും ഒക്കെ വേണമെങ്കിൽ ഇത് മസ്റ്റാണ്. മറ്റൊന്നുമല്ല, PDI അഥവാ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷനാണ്. ഒരു കാർ ഡെലിവറി
എടുക്കുന്നതിന് മുമ്പ് നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒന്നാണ്. പക്ഷേ ഒരു സത്യാവസ്ഥ എന്തെന്നാൽ ഒരുപാട് മലയാളികൾക്ക്, കാർ മേടിക്കുന്ന മലയാളികൾക്ക് ഇത് എന്താണ് സാധനം എന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാതെ കാർ ഡെലിവറി എടുത്ത് വലിയ കുരുക്കിൽപ്പെടുന്ന ഒരുപാട് പേരുടെ കേസ് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ, ഒരുപാട് വീഡിയോസിലൂടെ, മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണാൻ പറ്റുമല്ലേ. വലിയ ദുഃഖമായിരിക്കും അവർ പിന്നീട് അങ്ങോട്ട് അനുഭവിക്കേണ്ടി വരിക. ഷോറൂമുമായിട്ട് അടിയാകുന്നു, വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ PDA മസ്റ്റായിട്ടും ചെയ്യുക. ഞാൻ എൻ്റെ കാർ ഡെലിവറി എടുക്കുന്ന മുമ്പ് PDA പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കാർ ഡെലിവറി എക്സ്പീരിയൻസ് എനിക്ക് മികച്ചതാക്കാൻ പറ്റി. അതിനുശേഷം 1 മാസമായി ഇപ്പോഴും എനിക്ക് യാതൊരുവിധ റിഗ്രറ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. മാത്രമല്ല ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ വളരെ നല്ല സഹകരണമായിരുന്നു. എന്തായാലും PDI എന്താണെന്ന് പറയുന്ന മുമ്പ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു കാർ എടുക്കുന്ന ഒരു സമ്പ്രദായം ഞാൻ പറയാം. നിങ്ങൾ കാർ എടുക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട കാർ നിങ്ങൾ ഒരുപാട് നാളത്തെ പഠനത്തിനും ഗവേഷണത്തിനും ഒക്കെ ശേഷം കണ്ടുപിടിക്കുകയാണ്. ഒരുപാട് കാറുകളൊക്കെ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. എന്തായാലും നിങ്ങൾ അവസാനം ഒരു കാർ ഫിക്സ് ചെയ്യുകയാണ്. അതിനുശേഷമുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ഷോറൂമിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവിനെ നിങ്ങളുടെ അടുത്തുള്ള ഷോറൂമിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷോറൂമിലോ ഒരു എക്സിക്യൂട്ടീവിനെ ഫോൺ വിളിക്കുന്നു, അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് കാണുന്നു. എങ്ങനെയായാലും നിങ്ങൾക്ക് വേണ്ട കാറിനെ പറ്റിയിട്ടൊക്കെ പറയുന്നു. അദ്ദേഹം കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് കാർ ബുക്കിംഗ് ആണല്ലേ. നമ്മളൊരു 10,000 രൂപ 20,000 രൂപയൊക്കെ അടച്ച് നമ്മൾ ആ ഒരു വേണ്ട കാർ ബുക്ക് ചെയ്യുകയാണ്. ആ ഒരു പർട്ടിക്കുലർ കാർ മോഡലിൽ തന്നെ പല വേരിയൻറ്റുകൾ ഉണ്ടാവും. ഫുൾ ഓപ്ഷൻ, ബേസ് മോഡൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ. പൈസ കൂടുന്നതനുസരിച്ച് ഫീച്ചേഴ്സും കൂടും. ഇനി പെട്രോളുണ്ട്, ഡീസലുണ്ട്, CNG ഉണ്ട്. അതോടൊപ്പം ട്രാൻസ്മിഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. ഒരുപാട് കളർ കാണും ആ ഒരു കാറിന്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളറും വേരിയൻറ്റും ഒക്കെ ആയിരിക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതല്ലേ ബുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു 20,000 രൂപ അടച്ച് നിങ്ങൾക്ക് വേണ്ട ആ ഒരു വേരിയൻറ്റ്, ആ ഒരു കളർ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണ് ആ ഒരു കാറ്. അതിനുശേഷം എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ വിളി വരും. സാർ, ആ ഒരു കാറ് ട്രാൻസിസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ട്രാൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, നിർമ്മാണ യൂണിറ്റ് ഉണ്ടല്ലോ, വല്ല ഡൽഹിയിലോ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. അവിടുന്ന് കാർ നിർമ്മിച്ച് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നായിരിക്കും പറയുന്നത്. എന്നിട്ട് അവർ പറയും, സാർ അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, നമുക്കിതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ഒറ്റൊരു മാസം കൊണ്ട് തന്നെ നമുക്ക് കാർ ഇറക്കാമെന്നും പറയും. അപ്പോൾ നമുക്ക് സന്തോഷം, പെട്ടെന്ന് കാർ കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ലോൺ എടുക്കുന്നവരായിരിക്കും. ഫുൾ പേയ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് ഈ ഒരു ഷോറൂമിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ലോൺ എടുക്കുന്ന കേസിലാണെങ്കിൽ നമ്മൾ കുറച്ച് എമൗണ്ട് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കണം. ബാക്കിയാണ് നമ്മൾ ലോൺ തുക എടുക്കുന്നതല്ലേ. ഇപ്പോൾ ഉദാഹരണം 15 ലക്ഷത്തിൻ്റെ കാറിന് 5 ലക്ഷം നമ്മൾ കയ്യിൽ നിന്ന് ഇറക്കുകയാണ്, 10 ലക്ഷം ലോൺ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ലോൺ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ബാങ്കുകളെ കണ്ടുപിടിച്ച് ഏറ്റവും പലിശ കുറഞ്ഞ ബാങ്കുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ അങ്ങനെ തപ്പി നല്ലൊരു ബാങ്ക് സെലക്ട് ചെയ്ത് ലോൺ അപ്ലൈ ചെയ്യുകയാണ്. ലോൺ സാങ്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു എമൗണ്ട് ഉടനെ ഈ ഷോറൂമിൻ്റെ അക്കൗണ്ടിലോട്ടൊന്നും മാറ്റൂല. അത് ആ ഒരു ലോൺ അക്കൗണ്ടിൽ തന്നെ ഹോൾഡ് ആവും. നമ്മൾ പറഞ്ഞാൽ മാത്രമേ ഏത് ഷോറൂമിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കത്തുള്ളൂ. അങ്ങനെ എന്തായാലും നിങ്ങൾ ഒരു 10 ലക്ഷത്തിൻ്റെ ലോണൊക്കെ അപ്ലൈ ചെയ്ത് അവിടെ സെറ്റായിട്ട് ബാങ്ക് അവിടെ ഹോൾഡ് ചെയ്യുകയാണ്. അങ്ങനെ എക്സിക്യൂട്ടീവ് നിങ്ങളോട് പറയുന്നതനുസരിച്ച്, അതായത് നമ്മളെ അത്രത്തോളം ആവേശഭരിതനാക്കുന്ന രീതിയിലായിരിക്കും പറയുന്നത്. സാർ, കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് നാൾക്കുള്ളിൽ കാറെത്തും, വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത ദിവസം തന്നെ ഡെലിവറി ചെയ്യുന്നേക്കാം, പെട്ടെന്നാണ് സാറ് തന്നെയാണ് ഈ മാസം ഫസ്റ്റ് ഡെലിവറി എടുക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റും അതിനുശേഷം ബാങ്കിനോട് വിളിച്ച് പറയുകയാണ് ആ ഒരു ലോൺ എമൗണ്ട് മാറ്റി കൊടുത്തേക്കാൻ പറയുകയാണ്. ബാങ്കിൻ്റെ ഒരു ഏജൻറ്റ് ഉണ്ടാകുമല്ലോ, അവരോട് പറയുന്നതനുസരിച്ച് ഈ ലോൺ എമൗണ്ടും ഡൗൺ പേയ്മെൻറ്റും ഷോറൂമിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവർക്ക് കിട്ടാനുള്ള ഫുൾ പൈസ കിട്ടുകയാണ്. അതിനുശേഷം കാർ ഷോറൂമിൽ എത്തുകയാണ്. ഉടനെ അടുത്ത വിളി വരും, സാർ കാർ വന്നിട്ടുണ്ട് കേട്ടോ, അതിന് പേപ്പർ വർക്കുകളൊക്കെ ചെയ്യണം. ഇപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ ഷോറൂമിൽ പോയിട്ട് ഒപ്പിട്ട് കൊടുത്ത് അവിടെ ഇരുന്ന് തന്നെ ഫിസിക്കലായിട്ട് നമ്മൾ ഒരിടത്തും പോകേണ്ട കാര്യമില്ല. എല്ലാം ഓൺലൈനാണ് നടക്കുക. ഒന്ന് ആധാർ ബേസ്ഡ് OTP സിസ്റ്റം ഉണ്ട്, ഈ KYC സിസ്റ്റവും. അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു ഫോമിൽ നമ്മളുടെ ഒപ്പ് ഡിജിറ്റലായിട്ട് വെച്ച് കൊടുക്കുകയും വേണം. അതായത് നമ്മൾ വാഹന രജിസ്ട്രേഷന് നമ്മൾ ഷോറൂമിൽ പോകേണ്ട കാര്യമില്ല. നമുക്ക് ഡെലിവറി എടുക്കേണ്ട ദിവസം മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഷോറൂമിൽ പോകേണ്ടി വരാറുള്ളൂ. ഈ ഒരു സംഭവം മനസ്സിൽ വെച്ചോളുക. അതായത് നമ്മൾ ആദ്യമായിട്ട് ഒരുപക്ഷെ ഷോറൂമിൽ പോകുന്ന എപ്പോഴായിരിക്കും? നമ്മൾ ഫോൺ മുഖാന്തരമാണ് അത് ബുക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ഡെലിവറി എടുക്കാൻ പോകുന്ന ദിവസമായിരിക്കും നമ്മൾ ഷോറൂമിൽ പോകുന്നതല്ലേ. അവിടെ നിങ്ങൾ കാർ ഡെലിവറി എടുക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഷോറൂമിൽ ഡെലിവറി ഡേറ്റിന് പോയിട്ട് വാഹനം സ്വീകരിക്കുമ്പോഴല്ല വാഹനം നിങ്ങളുടേതായിട്ട് മാറുന്നത്, മറിച്ച് ഈ ഓൺലൈനായിട്ടുള്ള രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വാഹനം നിങ്ങളുടെ പേരിലാവും. അത് ഗവൺമെൻറ് ആണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ. അപ്പോൾ ഗവൺമെൻറ് നമ്മളുടെ പേരിൽ ആ വാഹനം രജിസ്റ്റർ ചെയ്തു. ഷോറൂമിൽ കിടക്കുന്ന വാഹനത്തിൻ്റെ ഉടമ ആരാണ്? നമ്മളാണല്ലേ. ഇനിയൊരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെ ഡെലിവറി എടുക്കുന്നവർ വാഹനം പോയി കാണാതെ ഇവർ പോയി ഡെലിവറി എടുക്കുകയാണ്. എനിക്കറിയാവുന്നൊരു കേസ് പറയാം. ഈ വാഹനത്തിൻ്റെ നമ്മൾ തുണി മാറ്റുമല്ലോ, ക്ലോത്ത് മാറ്റുമല്ലോ, അപ്പോഴാണ് അവരറിയുന്നത് അവർ
എക്സിക്യൂട്ടീവിനോട് ആദ്യം പറഞ്ഞിട്ടുള്ള കളർ അല്ലായിരുന്നു എന്നുള്ളത്. ആ ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വേണ്ട കളർ പറഞ്ഞിട്ട് വേറെ കളറിലുള്ള വാഹനമാണ് അവിടെ നമുക്ക് ഡെലിവർ ചെയ്യുന്നത്. വാഹനം എടുത്ത ശേഷം പ്രശ്നമുണ്ടായിട്ടുള്ള എന്തോരം കേസ് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, സുരേഷ് ഡ്രൈവ്സ് എന്ന് പറയുന്ന ഒരു ചാനലിലായിരുന്നു. വാഹനമൊക്കെ എടുത്തു, വാഹനമൊക്കെ ഡെലിവർ ചെയ്തു. അതിനുശേഷമാണ് ആ ഒരു ഉടമസ്ഥൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ഡോറിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, അത് ആ ബീഡിങ്ങിൻ്റെ അകത്തേക്കല്ല കയറുന്നത്, പുറത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അകത്തെത്തും. അങ്ങനെ വൈപ്പർ വർക്ക് ചെയ്യാത്ത വണ്ടികളുണ്ട്, കൃത്യമായിട്ട് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാത്ത വണ്ടികളുണ്ട്, പോട്ടെ ഒരുപാട് സ്ക്രാച്ച് ആയിട്ട് ഡെലിവറി ചെയ്ത വണ്ടികളുണ്ട്. മാത്രമല്ല പഴയ ടയറുകൾ ഇട്ട് കൊടുത്ത സംഭവമുണ്ട്. ഇനി നോക്കുവാണെങ്കിൽ ഇയർ ബാക്ക് ആയിട്ടുള്ള വണ്ടികൾ, അതായത് ഇപ്പോൾ 2025 ഡിസംബർ ആണല്ലോ, 2024 ഡിസംബറിലെ വണ്ടികൾ ഒരു കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇങ്ങനെയുള്ള അനവധി സംഭവങ്ങൾ കാണാൻ പറ്റും. നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് കാർ ഡെലിവറി ഇഷ്യൂ എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളാണ് കാണാൻ പറ്റുക. അതിനുശേഷമാണ് നമ്മൾ പരാതി പറയുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ആ വാഹനം കാണാൻ പോകുന്നതിന് മുമ്പ് തന്നെ, ഡെലിവറി എടുക്കാൻ പോകുമ്പോഴാണല്ലോ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്, വാഹനം നമ്മളുടെ പേരിൽ ഗവൺമെൻറ് മുഖാന്തരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ ഉടമ നമ്മളാണ്. അത് എന്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാർ അവർ മാറിത്തരാൻ പോകുന്നില്ല. റിപ്പയർ ചെയ്ത് തരുമായിരിക്കും, പക്ഷേ മാറിത്തരാൻ പോകുന്നില്ല. ഇൻ റയർ കേസ് കൺസ്യൂമർ കോർട്ടിലൊക്കെ പോയിട്ട് 10 വർഷം നിയമ പോരാട്ടമൊക്കെ നടത്തി മാറിത്തന്ന കേസുകളുണ്ട്. ഞാൻ അതല്ല പറയുന്നത്. സാധാരണഗതിയിൽ നിങ്ങളുടെ പേരിൽ ഒരു കാർ രജിസ്റ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും അവർ മാറിത്തരാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? PDI അഥവാ പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ, ഡെലിവറി എടുക്കുന്ന മുമ്പേ ഉള്ള ഒരു ഇൻസ്പെക്ഷൻ ചെയ്യണം. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു തുടങ്ങിയത് കാശ് മാറ്റുന്ന അവിടെ മുതലാണല്ലോ, അവിടുന്ന് തന്നെ ആരംഭിക്കാം. അതായത് നിങ്ങൾ ബുക്ക് ചെയ്തു, അതിനുശേഷം ഏജൻറ്റ് വിളിക്കും, സാർ ആ ഒരു കാശ് മാറ്റിത്താ, നമ്മുടെ വണ്ടി ട്രാൻസിസ്റ്റ് ആയിട്ടുണ്ട്, പെട്ടെന്ന് എത്തും, അടുത്ത ആഴ്ച തന്നെ നമുക്ക് ഡെലിവറി തരാമെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യം എന്തെന്നാൽ 2 സന്ദർഭങ്ങളുണ്ട്. ഒന്നാമത്തെ സന്ദർഭത്തിൽ പറയുക, ഞാൻ വാഹനം കാണാതെ PDI പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ചെയ്യാതെ പൈസയും തരത്തില്ല എന്ന് പറയുക. ഇനി മറ്റൊരു സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്രത്തോളം ഡിമാൻഡുള്ള കാറുകളുണ്ട്, അതിനൊരു പക്ഷേ നിങ്ങൾ പൈസ കൊടുത്തേ മതിയാകത്തുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്തെന്നാൽ, നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റും ലോണുമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഡൗൺ പേയ്മെൻ്റ് ആയിട്ടുള്ള എമൗണ്ട് അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണോ നിങ്ങൾ കൊടുക്കുന്നത്, ലോണല്ല, അത് അവർക്ക് അയച്ചിടാം. ഇനി ഫുൾ എമൗണ്ട് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ പകുതി എമൗണ്ട് അയച്ചിട്ടോ പ്രശ്നമില്ല. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ ലോൺ എമൗണ്ട് അവർക്ക് റിലീസ് ചെയ്ത് കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധിച്ച് കേട്ടോളുക. ഇപ്പോൾ നിങ്ങൾ ഫുൾ എമൗണ്ടും കൊടുത്തിട്ടാണ് മേടിക്കുന്നത്, ലോണൊന്നും എടുക്കുന്നില്ല. 15 ലക്ഷത്തിൻ്റെ വണ്ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. നിങ്ങൾ 15 ലക്ഷം ആദ്യം അവർക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും വാഹനം നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ 15 ലക്ഷം തിരിച്ചു കിട്ടാനുള്ള വകുപ്പുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമാക്കാം, കേസാക്കാം. കാരണം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നിങ്ങളുടെ പേരിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷോറൂമിന് നിങ്ങളുടെ പൈസ കൈവച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട, പൈസ കൊടുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിക്കേണ്ട. പക്ഷേ ലോൺ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ എന്താണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ലോൺ എമൗണ്ട് അവരെന്താണ് ചെയ്യേണ്ടത്? തിരിച്ച് ബാങ്കിന് കൊടുക്കേണ്ടി വരും. അത് വലിയ പ്രൊസീജിയറാണ്. ബാങ്ക് ലോൺ ക്യാൻസൽ ചെയ്യേണ്ടി വരും. അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ ബാങ്കിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും, അവർക്കത് ചോദിക്കാൻ പറ്റും. അങ്ങനെ ലോൺ എമൗണ്ട് നിങ്ങൾ കാറ് കാണുന്നതിന് മുമ്പേ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ കയ്യിൽ നിന്ന് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല. അതെപ്പോഴാണ് കൊടുക്കേണ്ടത്? ഒരു ഹൈ ഡിമാൻഡുള്ള വണ്ടിയാകുമ്പോൾ. ഇപ്പോൾ ടൊയോട്ട ഹൈക്രോസ് ഒക്കെ പോലുള്ള വണ്ടിയാണെങ്കിൽ ഒരു പക്ഷേ അവർ പറയും, സാർ പെട്ടെന്ന് പൈസ തന്നെ എന്നാൽ മാത്രമേ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഫുൾ എമൗണ്ടുമായിട്ട് കസ്റ്റമർ വെയിറ്റിംഗ് ആണെന്നൊക്കെ പറയും. നിങ്ങൾ പൈസ കൊടുത്തോ, ലോൺ എമൗണ്ട് മാറ്റാൻ നിൽക്കരുത്. അപ്പോൾ എന്താണ് ചെയ്യുക? ഈ ഒരു ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കയ്യിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും കൊടുത്താലും പ്രശ്നമില്ല. അത് കൊടുത്ത ശേഷം പറയുക, ബാക്കിയുള്ള ലോൺ എമൗണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് വണ്ടി കണ്ട ശേഷം മാത്രമായിരിക്കുമെന്ന്. ഇപ്പോൾ PDI എന്ന് പറയുന്ന ഈ സമ്പ്രദായം കേരളത്തിൽ വളരെ ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഒരു ഷോറൂമും അത് പറ്റില്ല, പൈസ ഫുള്ള് തന്നെ ലോണും മാറ്റി തന്നെ എന്ന് പറയാൻ നിൽക്കാറില്ല. അങ്ങനെ ഷോറൂമിൽ വാഹനം എത്തുകയാണ്, വാഹനം നിങ്ങൾ കാണാൻ പോവുകയാണ്. കാണാൻ പോകുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ട കാര്യം എന്തെന്നാൽ, എനിക്ക് നല്ല വെളിച്ചമുള്ള സമയത്ത് വേണം, അല്ലാതെ വൈകിട്ട് ഒരു 5 മണിക്ക് പോരാ, എനിക്ക് വെളിച്ചമുള്ള സമയത്ത് വേണം, അതൊരു ഓപ്പൺ സ്പേസിൽ വേണം, കൃത്യമായിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന ഒരു സ്ഥലത്ത് വണ്ടിയിട്ട് തന്നാലും മതി എന്ന് പറയണം. നിങ്ങൾക്കിവിടെ 2 ഓപ്ഷനാണുള്ളത്. ഒന്നാമത് സെൽഫായിട്ട് തന്നെ PDI ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് പുറത്തുനിന്ന് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ടീംസ് ഉണ്ട്. ഒരു കാര്യം ഓർക്കുക, ചില ഷോറൂമുകൾ പുറത്തുനിന്നുള്ള തേർഡ് പാർട്ടി ആയിട്ടുള്ള കമ്പനികളെ PDI ചെയ്യാൻ അനുവദിക്കത്തില്ല. അത് ഷോറൂമിന് അത് പറയാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം ഷോറൂമിൽ കിടക്കുന്ന വണ്ടിയാണ്, നമ്മളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു വാഹനം ആരുടെയാണ്? ഷോറൂമിൻ്റെ ആണല്ലേ. മാത്രമല്ല പ്രോപ്പർട്ടി ഷോറൂമിൻ്റെയാണ്. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പോവുക, നല്ല വെയിലത്ത് വണ്ടിയൊക്കെ ഇടുക. അങ്ങനെ കാർ നിങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ്. ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാവോ? ഈ വണ്ടിയുടെ ചേസിസ് നമ്പർ ഉണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ എൻജിൻ റൂമിലായിരിക്കും, ചിലപ്പോൾ സീറ്റിൻ്റെ അടിയിലായിരിക്കും. ആ ഒരു ചേസിസ് നമ്പറിൻ്റെ വീഡിയോ അടക്കം ഫോട്ടോ അടക്കം നിങ്ങളുടെ ഫോണിലെടുക്കുക.
ഉറപ്പായിട്ടും അതിനുശേഷം കാറ് ഒന്ന് ചുറ്റും നടന്ന് അതിൻ്റെ വീഡിയോ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇൻസ്പെക്ഷൻ തുടങ്ങാവുന്നതാണ്. ഏറ്റവും ആദ്യം നോക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്രാച്ചസ് ഉണ്ടോ എന്നുള്ളതാണ്. ചുറ്റും നടന്നിട്ട് നിങ്ങളുടെ ഫ്ലാഷ് ലൈറ്റ് വരെ അടിച്ച് ഒരു സ്ക്രാച്ച് പോലും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങളെടുക്കുന്ന വാഹനം തുണി മാറ്റുമ്പോൾ ഫുള്ള് സ്ക്രാച്ചായി കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടാകുമല്ലേ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ടയർ നോക്കുക. ടയറിൻ്റെ പുറത്ത് അതിൻ്റെ ഇയർ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും, അത് നോക്കി ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ ഗ്ലാസിൻ്റെ പുറത്ത് ഇതുപോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഔട്ടർ പാർട്ടെല്ലാം നോക്കുക. അതിനുശേഷം കാറിൻ്റെ ഉള്ളിലേക്ക് കയറുക. ആദ്യം തന്നെ നോക്കേണ്ടത് ആ ഒരു കാർ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതാണ്. അത് 50 കിലോമീറ്റർ താഴെ ആയിരിക്കണം. ഇനി എക്സ്ട്രീം അവസ്ഥയിൽ 100 കിലോമീറ്റർ നിങ്ങൾ വെച്ചോ. അതിന് മുകളിലോട്ടുള്ളൊരു കാർ ഒരിക്കലും എടുക്കരുത്. കാരണം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതും ഷോറൂമിലെ പിള്ളേർ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഓടിച്ച് കളിച്ച വാഹനങ്ങളുമൊക്കെ നിങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കുന്നതിന് തുല്യമായിരിക്കും നിങ്ങൾ 100 കിലോമീറ്ററിന് മുകളിലുള്ള ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ. അതിനുശേഷം നോക്കേണ്ടത് ഇലക്ട്രോണിക്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പാർട്ടുമാണ്. വൈപ്പർ നോക്കുക, ഇൻഡിക്കേറ്റേഴ്സ്, ലൈറ്റ്, പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, പിന്നെ സൺറൂഫ് ഉണ്ടെങ്കിൽ സൺറൂഫ്, അകത്തെ ലൈറ്റുകൾ, നമ്മളുടെ ഡോറ് ലോക്കിങ്, എല്ലാ ഡോറിൻ്റെ ലോക്കിങ് കൃത്യമായിട്ട് നോക്കുക. അങ്ങനെ അനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാനുണ്ട്. ആ ഒരു സംഭവങ്ങൾ ചെക്ക് ചെയ്യേണ്ടതിൻ്റെ ആ ചെക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഈ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ടും ഭംഗിയായിട്ടും നോക്കുക. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ആ വണ്ടിയുടെ ചേസിസ് നമ്പർ കിട്ടിയല്ലോ, ചേസിസ് നമ്പർ അകത്ത് പഞ്ച് ചെയ്തിട്ടുണ്ടാകും, അതോടൊപ്പം ഒരു സ്റ്റിക്കറും കാണും, അത് മാച്ചാണെന്ന് നോക്കുക. ആ സ്റ്റിക്കറിൻ്റെ ഒപ്പം അത് നിർമ്മിച്ച ഡേറ്റും എഴുതിയിട്ടുണ്ടാകും. ഇനി അതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ ചേസിസ് നമ്പർ നമുക്ക് ഓൺലൈനായിട്ട് ഡീകോഡ് ചെയ്യാൻ പറ്റും. ഉദാഹരണം ഗൂഗിളിൽ മഹീന്ദ്ര ചേസിസ് നമ്പർ ഡീകോഡ് എന്ന് അടിച്ചാൽ ആ ചേസിസ് നമ്പർ വെച്ചിട്ട് ഈ വാഹനം ഏത് മാസവും ഏത് വർഷവും നിർമ്മിച്ചതാണെന്ന് നമുക്കറിയാൻ പറ്റും. പരമാവധി തൊട്ട് മുമ്പത്തെ മാസമെങ്കിലും നിർമ്മിച്ച വാഹനമേ നിങ്ങൾ എടുക്കാവുള്ളൂ. അതിനും പഴയ വാഹനങ്ങൾ നിങ്ങൾ എടുക്കരുത്. ആ പഴയ വാഹനങ്ങൾ ഒരുപക്ഷെ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് റിജക്റ്റ് ചെയ്തിട്ടുള്ളതാകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന മാസമോ തൊട്ട് മുമ്പത്തെ മാസമോ നിർമ്മിച്ച വണ്ടി മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവുള്ളൂ. ഇങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ തലയിൽ ഒരു വർഷം പഴയ വണ്ടി 2025 മേടിക്കുകയാണ്, 2024 തുടക്കത്തിലെ വണ്ടിയൊക്കെ തലയിൽ കെട്ടിവെച്ച് കൊടുത്ത അവസ്ഥയുണ്ട്. ഇതൊക്കെ മറ്റ് കസ്റ്റമേഴ്സ്, PDA ചെയ്ത കസ്റ്റമേഴ്സ് പല പ്രശ്നങ്ങൾ കൊണ്ട് റിജക്റ്റ് ചെയ്തിട്ട് ആ ഒരു ഷോറൂമിൽ കെട്ടിക്കിടക്കുന്ന വാഹനമായിരിക്കും. അപ്പോൾ അതൊക്കെ തലവെച്ച് കൊടുക്കുന്ന സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാനാണ് ചേസിസ് നമ്പർ വെച്ച് നിങ്ങൾ ഡീകോഡ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഈ ഒരു PDA ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആ ഒരു ലിങ്കിൽ പോയിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ സൂര്യപ്രകാശത്തിൻ്റെ കീഴിലിരുന്ന് പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് ഉറപ്പുവരുത്തുക. അല്ലാതെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ട പോലെ ഈ ഡോറിൻ്റെ ഗ്ലാസ് ഇടുകയാണ്, അത് ആ ഒരു ബീഡിങ്ങിൻ്റെ പുറത്തേക്കാണ് പോകുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ. പുതിയൊരു കാർ എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരാളുടെ അവസ്ഥ പറയണോ? തുണി മാറ്റുമ്പോൾ ഫുള്ള് സ്ക്രാച്ച് കാറയിൽ നമ്മുടെ ഹൃദയം പൊട്ടൂല്ലേ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് PDA നിങ്ങൾക്ക് തന്നെ കണ്ട് ബോധ്യപ്പെടുക. ആ ഒരു കാറിന് മേജറായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് റിജക്റ്റ് ചെയ്യാം. കാരണം നിങ്ങളുടെ പേരിൽ ആ വാഹനം ആയിട്ടില്ല. നിങ്ങൾ ആകപ്പാടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പൈസയായിട്ട് മാത്രമാണ്. ലോൺ എമൗണ്ട് ബാങ്കിൻ്റെ ലോൺ അക്കൗണ്ടിൽ തന്നെ ഹോൾഡിംഗ് ആണല്ലേ. നിങ്ങൾക്ക് ആ വാഹനം റിജക്റ്റ് ചെയ്ത് അടുത്ത വാഹനം, വേറെ വാഹനം വേണമെന്ന് പറയാം. ഇനി ഷോറൂം പറ്റത്തില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ തുക റീഫണ്ട് ചെയ്തോളാൻ പറയാം. നമുക്ക് വേറെ ഷോറൂമിനെ സമീപിച്ചിട്ട് ബാങ്ക് നമ്മൾ പറയുമ്പോൾ മാത്രമേ ഏത് ഷോറൂമിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഷോറൂമിലേക്ക് മാത്രമല്ല, നമ്മൾ പറയുന്ന ഷോറൂമിലേക്കാണ് അവർ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അടുത്ത ഷോറൂമിൽ പോയിട്ട് കാര്യങ്ങൾ എടുക്കാം, വാഹനം എടുക്കാം. അതായത് നിങ്ങൾ പെടാൻ പോകുന്ന ആ ഒരു ഫൈനൽ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതെവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമുണ്ട്. മറ്റൊന്നുമല്ല, രജിസ്ട്രേഷനാണ്. ഓൺലൈനായിട്ടാണ് കംപ്ലീറ്റ് രജിസ്ട്രേഷൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് ചെയ്ത് വാഹനം ഗവൺമെൻറ് നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്ക്രാച്ച് ഉണ്ടോ നിങ്ങൾ പറയുകയാണ്, ആ ഡെലിവറി എടുത്തപ്പോൾ വണ്ടിയിൽ സ്ക്രാച്ച് ഉണ്ട്, വണ്ടി മാറ്റി തരാൻ പറഞ്ഞാൽ തരുമോ? ഇല്ല, പെയിൻ്റ് അടിച്ച് തരും. എന്തെങ്കിലും പൊട്ടലോ തകരാറോ ഉണ്ട്, ടയർ പഴയതാണ്, അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിത്തരാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം നിങ്ങളുടേതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ വസ്ത്രം വാങ്ങാൻ ഒരു കടയിൽ പോകുമ്പോൾ നിങ്ങൾ ട്രയൽ ചെയ്ത് നോക്കാറുണ്ട്. നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് സൈസും കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുമല്ലേ. ഒരു 500 രൂപയുടെ ഷർട്ടാണെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ 15 ലക്ഷത്തിൻ്റെ കാർ മേടിക്കുമ്പോൾ അത് നമ്മൾ പോയി കണ്ട് ഉറപ്പ് വരുത്തിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മണ്ടത്തരമാണ്. ഇനി ഷർട്ട് മേടിച്ചാലും തിരിച്ചു കൊടുക്കാനുള്ള പൈസ റീഫണ്ട് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അതുണ്ടോ? ഇല്ല. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്ക് കാറ് മാറ്റി കിട്ടത്തൊന്നുമില്ല. ആ കാറിൻ്റെ ഉടമസ്ഥൻ നിങ്ങളായി. പിന്നീട് നിങ്ങൾക്ക് അത്രത്തോളം ദുഃഖവും റിഗ്രറ്റും ഒക്കെ അനുഭവിച്ച് നിങ്ങൾ ഇങ്ങനെ നടക്കേണ്ടി വരും. ഇനി ഈ PDA ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ പറ്റിക്കപ്പെടില്ല എന്നുണ്ടോ? ഇല്ല. നിങ്ങൾ PDA ചെയ്ത കാർ തന്നെയാണ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, ആ വണ്ടിയുടെ ചേസിസ് നമ്പർ അതെവിടെയാണോ പഞ്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കുക. ചേസിസ് നമ്പർ ഇവർ ഷോറൂംകാർ മാറ്റി പഞ്ച് ചെയ്യത്തൊന്നുമില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത്രത്തോളം നിയമവിരുദ്ധമാണ്, അതൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക്
പേപ്പറുകൾ തരുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യാനുള്ള പേപ്പർ നിങ്ങൾക്ക് അയച്ചു തരുമല്ലോ, അതിൻ്റെ അകത്ത് ഈ ചേസിസ് നമ്പറിലുള്ള വണ്ടി തന്നെയാണോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് നിങ്ങൾ കണ്ട വണ്ടി തന്നെയാണ്. ഇനി വേറെ ചേസിസ് നമ്പറിലുള്ള വണ്ടിയാണ് രജിസ്ട്രേഷൻ പേപ്പറെ കിടക്കുന്നുണ്ടെങ്കിലോ ഷോറൂംകാർ ഉടായ്പ് കാണിച്ചു എന്ന് മനസ്സിലാക്കാം. നിങ്ങളെ കാണിച്ചത് വേറെ വണ്ടിയാണ്, നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പോകുന്നത് വേറെ വണ്ടിയാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ചേസിസ് നമ്പറിൻ്റെ ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്തു വെക്കാൻ. ഈ രജിസ്ട്രേഷൻ ഫോമിൽ ചേസിസ് നമ്പർ മാത്രമല്ല വണ്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതിൻ്റെ ജാതകം ഉണ്ടായിരിക്കും. അത് ഏത് മാസമാണ് നിർമ്മിച്ചത്, ഏത് വർഷമാണ് നിർമ്മിച്ചത്, അതിൻ്റെ എഞ്ചിൻ നമ്പർ എത്രയാണ്, ഏത് മോഡലാണ്, ഏത് കളറാണ്, ട്രാൻസ്മിഷൻ ഏതാണ്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ബുക്ക് ചെയ്ത ആ ഒരു സംഭവം തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ പോയി കണ്ട ചേസിസ് നമ്പർ ഇത് തന്നെയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. എന്നാലും ഇതിൻ്റെ കളറും ബാക്കി നിങ്ങൾ ആദ്യം ബുക്കിങ്ങിന് കൊടുത്ത സംഭവം തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഞാൻ ആദ്യം പറഞ്ഞൊരു കേസ് ഓർമ്മയുണ്ടോ? ആ ഒരു തുണി മാറ്റുമ്പോഴാണ് ആ ഒരു കസ്റ്റമർ അറിഞ്ഞത് വേറെ കളറിലുള്ള കാറാണ് ഡെലിവറി ചെയ്തതെന്ന്. അയാൾക്ക് എവിടെയാണ് പ്രശ്നം പറ്റിയത്? മറ്റൊന്നുമല്ല, രജിസ്ട്രേഷൻ ചെയ്യാൻ തരുന്ന പേപ്പറിൽ അതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലും നോക്കാതെ ഇതിലെല്ലാം ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഒരുപക്ഷെ നേരിട്ട് പോയിട്ട് ഫിസിക്കലായിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളതാകാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഈ KYC മറ്റ് നമ്മൾ ഒപ്പ് ഡിജിറ്റലി പ്ലേസ് ചെയ്യുകയൊക്കെ ചെയ്യണം. രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും. എന്തായാലും കയ്യിൽ തന്ന പേപ്പർ പോലും വായിച്ചു നോക്കാതെ കൃത്യമായിട്ട് പഠിക്കാതെ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു ശീലം നമുക്കുണ്ടല്ലേ, അത് തന്നെയാണ് പ്രശ്നമായി മാറിയത്. ആ പേപ്പർ നോക്കിയിരുന്നെങ്കിൽ കളർ വേറെതാണെങ്കിലും കണ്ടിരുന്നെങ്കിൽ അപ്പം നമുക്ക് റിജക്റ്റ് ചെയ്യാം. കാരണം വണ്ടി നമ്മുടെ പേരിലായിട്ടില്ല, നമ്മൾ അപ്പോഴും സേഫാണ്. ലോൺ മാറ്റിക്കൊടുത്തെങ്കിലും ഓക്കെ തിരിച്ചെടുക്കാം, പക്ഷേ വണ്ടി എടുത്തു എന്നുള്ള തലവേദന നമുക്ക് വരില്ലായിരുന്നു. അപ്പോൾ ആ ഒരു പേപ്പർ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ പോയി കണ്ട വാഹനത്തിൻ്റെ അതേ ചേസിസ് നമ്പറാണെന്ന് നോക്കുക. വാഹനത്തിൻ്റെ വേരിയൻറ്റ്, അതിൻ്റെ എഞ്ചിന്, ട്രാൻസ്മിഷൻ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഉറപ്പുവരുത്തിയിട്ട് മാത്രം രജിസ്ട്രേഷനിലേക്ക് കടക്കുക. അങ്ങനെ കടന്നാൽ എന്താണ് ഗുണം? നിങ്ങൾ പോയി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ഉറപ്പുവരുത്തിയ വണ്ടിയാണ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പോകുന്നത് 100% ഉറപ്പാണല്ലേ. ആ ഒരു വലിയ തലവേദന നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടിയിട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ ആ ഒരു കാർ ഡെലിവറി എടുക്കാൻ പറ്റും. ഈ ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചത്. കാരണം ഞാൻ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനും പെട്ടേനെ. കാരണം ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് തന്നെയുണ്ട്. എന്തായാലും ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പോയിന്റാണ്, പക്ഷേ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ട വാഹനം ഏതാണെന്ന് നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ഗവേഷണത്തിലൂടെ തിരിച്ചറിയണമെന്നുള്ളതാണ്. പലരും ചെയ്യുന്നൊരു കാര്യം എന്തെന്നാൽ ഒരു ഷോറൂമിലേക്ക് വിളിക്കുകയാണ്, ഇന്നൊരു കാർ ചോദിക്കാനായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഏജൻറ്റ് പറയും, സാർ അതല്ല അടിപൊളി കാർ വേറെ വന്നിട്ടുണ്ട്, നല്ല അതാണ് സ്പെക്ക് ഇത്രയുണ്ട്, നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, ഇതിന് വില കുറവാണ് എന്നും പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് മേടിപ്പിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. കാരണം അവർക്ക് ടാർഗറ്റ് തയ്ക്കണമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ ഉടനെ അത് ബുക്ക് ചെയ്ത് മേടിക്കുകയാണ്. ആ കാറിനെ പറ്റിയിട്ടുള്ള യാതൊരു വിവരങ്ങളും നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കാറാണോ ഇത് എന്നൊന്നും അറിയാതെ കാറുകൾ പോയി എടുക്കുന്ന സാധാരണക്കാർ ഒരുപാട് നമ്മളുടെ നാട്ടിലുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാറിൻ്റെ രൂപത്തിൽ തന്നെ ഒരുപാട് വേരിയൻറ്റുകളുണ്ട്. സെഡാൻ, ഹാച്ച് ബാക്ക്, കോമ്പാക്ട് SUVs, 7 സീറ്റർ, ലക്ഷറി കാർസ്, സ്പോർട്സ് കാർസ് അങ്ങനെയുണ്ട്. ഇനി അതിൻ്റെ ഫ്യൂവൽ അല്ലെങ്കിൽ എനർജി നോക്കുവാണെങ്കിൽ പെട്രോൾ, ഡീസൽ, CNG, ഇലക്ട്രിക് കാറുകളുണ്ട്, ഹൈബ്രിഡ് കാറുകളുണ്ട്. ട്രാൻസ്മിഷൻ നോക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. ഇങ്ങനെ അനേകം രീതിയിൽ നമുക്കൊരു കാറിനെ അല്ലെങ്കിൽ കാറുകളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ കാർ വാങ്ങുന്ന എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ട് കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. നമ്മൾ ചുറ്റും നോക്കിയാൽ കാണാം, ഒരു കുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ ഡ്രൈവിങ് അവരുടെ 45-ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ച് കാറ് പോയിട്ട് വാങ്ങുന്ന ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഏത് കാറാണ് എടുക്കണം എന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ ഒരു കൺസൾട്ടൻറ്റിനെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങളുടെ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ഒരു സുഹൃത്തിനോട് ചോദിക്കുക. അല്ലെങ്കിൽ ഒരുപാട് ഇതിനെപ്പറ്റി പഠിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പറയാം, ഞാൻ ആരെ വില കുറച്ച് കാണുകയല്ല, മറിച്ച് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് ഇതിനെ പറ്റിയിട്ട് നോക്കി മനസ്സിലാക്കാൻ ശേഷി ഉള്ള അങ്ങനെയുള്ള ആൾക്കാരല്ല എല്ലാവരും. സാധാരണക്കാരുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ ഒരു കൺസൾട്ടൻറ്റിനോടോ ചോദിച്ചിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക, നിങ്ങളുടെ ബജറ്റ് പറയുക. അപ്പോൾ അവർ ഏറ്റവും ഒരു നല്ല കാർ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരും. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ EV കാർ, ഇലക്ട്രിക് കാർ ഒരു ട്രെൻഡാണല്ലേ. ഇലക്ട്രിക് കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഉപകാരപ്പെടുന്നത് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഓട്ടങ്ങൾക്കുള്ളവർക്കാണ്. ഇപ്പോൾ ചേർത്തലയിൽ നിന്ന് എറണാകുളത്ത് പോകുന്നു, എറണാകുളത്ത് നിന്ന് ചേർത്തലയിലേക്ക് തിരിച്ചു വരുന്നു, അങ്ങനെയൊക്കെ പോകുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. മറിച്ച് നിങ്ങൾ ഫ്രീലാൻസറായിട്ട് പല സ്ഥലങ്ങളിലേക്ക് ദിവസവും എങ്ങോട്ടെന്നില്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് കാറും കൊണ്ട് പോകുന്ന ആളാണെങ്കിൽ നിങ്ങളൊന്ന് രണ്ടാമത് ചിന്തിക്കുക. അവിടെ EV സ്റ്റേഷൻ ഉണ്ടാകുമോ, ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാകുമോ, അവിടെ എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ട്, എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് മാത്രം ഒരു EVയിലേക്ക് പോകും. ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് ഒരു കാർ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രൊഫഷണലിനെ സമീപിച്ച് ആ ഒരു സാധനം തിരഞ്ഞെടുക്കുക. 4ാമത്തെ കാര്യം, ഇത് ഞാൻ പറയാനുള്ള കാര്യം ഞാൻ തന്നെ കണ്ടതാണ്. അതായത് ഒരു ഫാമിലിയിലുള്ളൊരു വ്യക്തി ഒരു കാർ എടുക്കുകയാണ്. അത്രയും കാലം അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വളരെ ചെറിയ സൈസിലുള്ളൊരു കാറായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിചാരിക്കുകയാണ് ഒരുപാട് കാലമായില്ല ഈ ഒരു കാർ ഉപയോഗിക്കുന്നു, അങ്ങനെ മാറ്റാമെന്ന് പറയുകയാണ്.
അദ്ദേഹം ഒരു SUV വലിയൊരു കാറായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പ്രശ്നം പറ്റിയത് എപ്പോഴാണെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്ന റോഡും അദ്ദേഹത്തിൻ്റെ പാർക്കിംഗ് സ്പേസും ഒക്കെ ഈ ഒരു കാറിൻ്റെ സൈസിന് ഉതകാത്ത രീതിയിലുള്ളതായിരുന്നു. നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നതാണ്, നമ്മൾ മേടിക്കുന്ന കാറിൻ്റെ സൈസ് നമ്മുടെ വീട്ടിലേക്കുള്ള, നമ്മളൊക്കെ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരായിരിക്കാം, ആ ഒരു സ്ഥലത്തേക്ക് ഈ കാർ കൊണ്ടുവരാൻ പറ്റുമോ, നമുക്ക് നേരത്തെ ഉള്ള ഷെഡിലോ അല്ലെങ്കിൽ നിലവിലുള്ള സ്ഥലത്തോ ആ ഒരു വലിയ കാർ പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ആലോചിക്കാതെ വലിയൊരു കാർ മേടിച്ചു കൊണ്ടുവരും. അവസാനം നമുക്ക് 8ൻ്റെ പണി കിട്ടും. നമുക്ക് വീടിന് പുറത്ത് ആ ചെറിയ റോഡിൽ കാറിട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ ബ്ലോക്ക് ആവും, നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുമല്ലേ. നമ്മൾ അത്രത്തോളം സന്തോഷത്തോടെ PDAയും കഴിഞ്ഞ് അത്രത്തോളം സാറ്റിസ്ഫാക്ഷനോടെ എടുത്തൊരു കാർ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ തലവേദനയാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതാണ്. നിങ്ങളൊരു കാർ എടുക്കാൻ പോവുകയാണെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു പാർക്കിംഗ് ഉണ്ടെന്ന് ആദ്യം ഉറപ്പുവരുത്തുക. ഒരുപക്ഷെ വീടിൻ്റെ അകത്ത് ഒരുപാട് സ്പേസ് ഒക്കെ കാണും, അതുകൊണ്ട് പലരും മഴയത്തും വെയിലത്ത് വിടും. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകത്തില്ലെങ്കിൽ നിങ്ങളുടെ കാറിന് അത് ബുദ്ധിമുട്ടാകും. ഇനി പലരും ചെയ്യുന്നൊരു കാര്യം എന്തെന്നാൽ വീട്ടിനകത്തേക്ക് കാർ കയറില്ല അല്ലെങ്കിൽ വീട്ടിനകത്ത് കിടക്കില്ല, അതുകൊണ്ട് റോഡ് സൈഡിൽ ഇടുന്നു. അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് പാർക്കിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോഡ് സൈഡിൽ ഇടാമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കാർ എടുക്കരുത്. അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും നമ്മുടെ ബന്ധം തകരുന്നതിലേക്കും പോലീസ് കേസിലേക്കും ഒക്കെ ആയിരിക്കും നയിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വസതിയിലേക്കോ അത് കൊണ്ടുപോകാനുള്ള ഒരു റോഡ് സൗകര്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ, താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യമില്ലെങ്കിലോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യമില്ലെങ്കിലോ, നമ്മൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, പഴയ കാറിൽ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ കൂടെ പോകുന്ന സ്ഥലങ്ങൾ, നമ്മളുടെ ഓഫീസോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ വീട് ഒക്കെ നമ്മൾ എപ്പോഴും നമ്മളുടെ മനസ്സിൽ വെക്കുക. അതിനുശേഷം മാത്രം നമ്മളുടെ എൻവയോൺമെൻറ്റ് എപ്പോഴും ചിന്തിക്കുക. ടൗൺ ആണ്, അവിടെ പുല്യ കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കുള്ള സ്ഥലമാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസും അതും ഇതും എല്ലാം മാറ്റേഴ്സാണ്. അപ്പോൾ ഓൾവേസ് ചെക്ക് ദ എൻവയോൺമെൻറ്റ്. 5, ഈ ഒരു കാര്യം എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല, പക്ഷേ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിലാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ നല്ലതായിരിക്കും. അൾട്രാ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും ബാധകമല്ല. അതായത് കാറിൻ്റെ റീസെയിൽ വാല്യൂ, മെയിൻ്റനൻസ്, റണ്ണിങ് കോസ്റ്റ്. നിങ്ങളൊരു കാർ എടുത്ത് നിങ്ങൾ ഭാവിയിൽ എപ്പോഴെങ്കിലും അത് വിറ്റിട്ട് വേറെ കാർ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പരിഗണിക്കേണ്ട ഒന്നാണ് റീസെയിൽ വാല്യൂ. ആ കാർ കുറച്ച് വർഷങ്ങൾക്കപ്പുറം വിറ്റാലും നമുക്ക് എത്ര റീസെയിൽ വാല്യൂ കിട്ടുമെന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം പറയാം, പഴയ ഇലക്ട്രിക് കാറുകളുണ്ടല്ലോ, എടുത്തവർക്കൊക്കെ നല്ല പണി കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അതുപോലെയുള്ള പല ഇലക്ട്രിക് കാറുകൾ, ഞാൻ ആ ഒരു സ്പെസിഫിക് മോഡലിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഒരുപാട് പഴയ ഇലക്ട്രിക് കാറുകൾക്ക് അത് ആപ്ലിക്കബിൾ ആണ്. രണ്ടാമത്തെ ഒരു വ്യക്തിക്ക് വിൽക്കുമ്പോൾ ബാറ്ററിയുടെ വാറണ്ടി കട്ടാകുന്നു, അല്ലെങ്കിൽ മേടിക്കുമ്പോഴേ ബാറ്ററിക്ക് ഇത്രയും വർഷമേ വാറണ്ടി തരത്തുള്ളൂ. അപ്പോൾ ബാറ്ററിക്ക് വാറണ്ടി ഇല്ലാതെ ആ ഒരു കാർ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മണ്ടത്തരമാണ്. അപ്പോൾ അങ്ങനെ വിൽക്കാൻ ശ്രമിച്ചാൽ എന്താ പറ്റുക? നല്ല വിലക്കുറവിനെ നമുക്കത് വിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം മേടിക്കുന്ന ആളിനത് വാറണ്ടി കിട്ടുന്നില്ല, അവരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം. മാത്രമല്ല EV ടെക്നോളജി പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 15 വർഷം മുമ്പേ ഉള്ള ആൻഡ്രോയിഡ് ഫോൺസ് അല്ല ഇപ്പോൾ ഉള്ളതല്ലേ, കുറച്ച് നാൾ കൊണ്ട് തന്നെ പെട്ടെന്ന് അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. ചൈനയിലൊക്കെ 10 മിനിറ്റിനുള്ളിൽ ചാർജ് ചെയ്ത് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ഇവിടെയും അത്രത്തോളം ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ള കാറുകളൊക്കെ വരും, കുറച്ച് വർഷത്തിനുള്ളിൽ വരും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആകും. അപ്പോൾ ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞാണ്, അല്ലാതെ EV കാറിനെ മോശമാക്കി പറഞ്ഞതല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കാറും എടുക്കാം. പക്ഷേ ഒന്നാമത്തെ കാര്യം, ഈ റീസെയിൽ വാല്യൂ എപ്പോഴും പരിഗണിക്കുക. അത് നിങ്ങൾ ഒരുപാട് അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക. രണ്ടാമത്തെ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. കാർ മേടിക്കുമ്പോൾ കാറിൻ്റെ വില മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് നോക്കണം. ജസ്റ്റ് ഒരു ചെറിയ തട്ടുമുട്ടും വന്നു, അത് മാറ്റിവെക്കുന്നതിന് ചില കാറുകൾക്ക് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. ഈ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. സർവീസ് കോസ്റ്റ് തന്നെ ഭയങ്കരമാണ്. നമ്മുടെ റെഗുലർ സർവീസ് ഉണ്ടല്ലോ, അത് തന്നെ ഭയങ്കര കോസ്റ്റ് ആയിട്ടുള്ള കാറുകളുണ്ട്. പ്രത്യേകിച്ച് ലക്ഷറി കാറുകളൊക്കെ നോക്കുകയാണെങ്കിൽ പറയണ്ട. നിങ്ങളെടുക്കുന്ന കാറിൻ്റെ സർവീസ് കോസ്റ്റ് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതാണോ എന്ന് എപ്പോഴും പരിശോധിക്കുക. അത് എളുപ്പത്തിൽ പരിശോധിക്കാം. ഒരു ഷോറൂം എക്സിക്യൂട്ടീവായിട്ടോ അല്ലെങ്കിൽ ആ ഒരു കാറുള്ള ഏതെങ്കിലും ഉടമസ്ഥനായിട്ടോ, ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലേ, അതിൻ്റെ അകത്തൊക്കെ ജസ്റ്റ് തിരഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി മറ്റൊന്നാണ് റണ്ണിങ് കോസ്റ്റ്. ആ ഒരു കാറ് ഓടിച്ചടക്കുന്നതിന് നിങ്ങൾക്ക് പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? ഫ്യൂൽ ചാർജാണ്. നിങ്ങളെടുക്കുന്ന ഒരു പെട്രോൾ കാറിന് മൈലേജ് കുറവാണെങ്കിൽ നിങ്ങൾ ഒരുപാട് രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരുമല്ലേ. അപ്പോൾ അതൊക്കെ താങ്ങാൻ പറ്റുമെന്ന് എപ്പോഴും ചിന്തിക്കുക. നിങ്ങൾ ഒരു മാസം എത്ര കിലോമീറ്റർ റണ്ണിങ് ഉണ്ട്, അപ്പോൾ എത്രത്തോളം മൈലേജ് കണക്ക് കൂട്ടിയിട്ട്, മൈലേജ് റിയൽ ലൈഫ് മൈലേജ് നോക്കണം. അത് ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും വില കൂടിയ കാറുകൾ വാങ്ങരുത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കാർ വാങ്ങുക. നിങ്ങളുടെ എത്ര സീറ്റർ കാറാണ് വേണ്ടത് എന്നൊക്കെ എപ്പോഴും പരിഗണിക്കുക. 5 സീറ്റർ നമ്മൾ ബേസിക്കലി എടുക്കും. ഇനി 7 സീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിൽ അംഗങ്ങൾ കൂടുതലുള്ളവർക്കോ അല്ലെങ്കിൽ ഇനി അംഗങ്ങൾ കൂടുവോ അങ്ങനെയുള്ളവർക്കൊക്കെ പരിഗണിക്കാവുന്നതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കാർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ തന്നെ
അനുഭവങ്ങളാണ്. മറ്റ് വീഡിയോ അപേക്ഷിച്ച് ഞാൻ തന്നെ പരിശോധിച്ച, ഞാൻ തന്നെ ഒരുപാട് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദയവായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കാരണം കമൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ലൊരു ചർച്ചാവേദി കൂടിയാണല്ലോ. പുതിയ കാർ എടുക്കുമ്പോൾ ഇത്രേ പണി കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങളൊരു പഴയ, പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്നൊക്കെ എടുക്കുവാണെങ്കിൽ അമ്മാതിരി പണി കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഈവൻ ചേസിസ് നമ്പരും എൻജിൻ നമ്പരും മാറ്റി പഞ്ച് ചെയ്തിട്ട് കൊടുക്കുന്ന സംഭവങ്ങൾ വരെ ഡൽഹിയിൽ നടപ്പുണ്ട്. ഫ്ലഡഡ് ആയിട്ടുള്ള വാഹനങ്ങൾ, വെള്ളം കയറി മൊത്തം നശിച്ച വാഹനങ്ങൾ ഒക്കെ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടപ്പുണ്ട്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇതുപോലുള്ള പഴയ വണ്ടികളൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഇതിൽ കൂടുതൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തായാലും ഒരു പ്രൊഫഷണൽ ടീമിനെ വിളിച്ച് ചെക്ക് ചെയ്തേ മതിയാകത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ പോകരുത്. അപ്പോൾ പുതിയ കാർ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ഇൻഷുറൻസ് തന്നെയാണല്ലേ. അത് 30,000 രൂപയൊക്കെ ചിലവ് കുറവിൽ എടുക്കാനുള്ള ലിങ്കാണ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്തായാലും പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പരിചയക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. മിസ് മാഡപ്പള്ളി സൈനിങ് ഔട്ട്.